കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത തിരിച്ചടിയായിരുന്നു CPM നേരിട്ടത്. പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടി ഘടകങ്ങളിൽ നിന്ന് തന്നെ വലിയ വിമർശനത്തിന് പാത്രമാവുകയും ചെയ്തു. ഇപ്പോഴതാ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് പാർട്ടി. മൂന്നാമതും തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങാനാണ് CPM സംസ്ഥാന ഘടകത്തിന്റെ ആലോചന. 2025 ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പും വിജയിക്കുന്നതിനാവശ്യമായ രാഷ്ട്രീയ സംഘടനാ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു പോകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവശേഷിക്കുന്ന 1.25 വർഷക്കാലം ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കും. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് മാത്രമാണ് ഇടതുമുന്നണി നേടിയത്. എന്നാൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാനായി. 2016 91 സീറ്റ് നേടിയാണ് ഭരണത്തിൽ തിരിച്ചെത്തിയതെങ്കിൽ 2021 99 സീറ്റിൽ വിജയിച്ചാണ് തുടർഭരണം എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇതാണ് മൂന്നാമതും തുടർഭരണം നേടാമെന്ന CPMന്റെ ആത്മവിശ്വാസത്തിന് കാരണം. 62 ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നൽകുക, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുക, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, ഭിന്നശേഷിക്കാർ, സർക്കാരിന്റെ സംരക്ഷണം വേണ്ട മറ്റു വിഭാഗങ്ങൾ എന്നിവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക എന്നിവയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് മാർഗരേഖ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അഹന്തയും ധാർഷ്ട്യവും ഉപേക്ഷിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരായി നേതാക്കളും പ്രവർത്തകരും മാറണമെന്നും നിർദ്ദേശമുണ്ട്. ഈ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് ആത്മാർത്ഥമായി പരിശ്രമം നടത്തിയതിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാനാകുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. അതേസമയം ഈ മാർഗനിർദ്ദേശം നടപ്പിലാക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും പഴയ നില തന്നെയാണ് മുഖ്യമന്ത്രി തുടരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് മറ്റു വകുപ്പുകളിൽ ഇടപെടുന്നതിലും മുതിർന്ന നേതാക്കന്മാർക്കും മറ്റു മന്ത്രിമാർക്കും എതിർപ്പുണ്ട്. രാഷ്ട്രീയമായി മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നുവരുന്ന പ്രതിപക്ഷ ആരോപണങ്ങളിൽ മറ്റു മന്ത്രിമാർ പോലും അദ്ദേഹത്തോടൊപ്പം കക്ഷി ചേരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രശ്നങ്ങളും CPMന് തിരിച്ചടിയാകുന്നുണ്ട്.